സിന്ദൂരരേഖ ഭാഗം 67. ഡ്രസ്സൊക്കെ മാറി തിരികെ വന്നതിന് ശേഷം അവൾ അമ്മയുടെ കൂടെയാണ് കിടന്നത്. സാധാരണ കിടക്കുമ്പോൾ തന്നെ അവൾ ഉറങ്ങിപ്പോകും. എങ്കിലും ഇപ്രാവശ്യം മനു വിളിച്ചാലോ എന്ന് കരുതി ഒരുപാട് സമയം അവൾ ഫോണിലേക്ക് നോക്കി ഉറക്കം കളഞ്ഞിരുന്നു. എങ്കിലും അവൻ വിളിക്കാതെ ആയതും മനഃപൂർവ്വം അല്ലെങ്കിലും പതിയെ അവൾ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയിരുന്നു. അമ്മു. പിറ്റേ ദിവസം രാവിലെ കണ്ണിലേക്ക് സൂര്യപ്രകാശം അടിക്കുന്നതിനോടൊപ്പം അവൻ്റെ ശബ്ദം കൂടി കേട്ടുകൊണ്ടാണ് അവൾ കണ്ണു തുറന്നത്. ഇന്നലെ രാത്രി അല്പം വൈകി ഉറങ്ങിയത് കൊണ്ട് തന്നെ ആ ഒരു ക്ഷീണത്തിൽ അവൾ വല്ലാതെ കിടന്നുറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്നങ്ങനെ വിളിക്കുന്നത് കേട്ടപ്പോൾ കണ്ണ് തുറന്നു വരാനും അവൾ വല്ലാതെ ആയാസപ്പെട്ടു. പക്ഷേ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ മുന്നിൽ അവനെ കണ്ടതും ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയോടെയാണ് അവൾ എഴുന്നേറ്റിരുന്നത്. മനുവേട്ടൻ എപ്പോൾ വന്നു? കൈകളും കാലുകളും എല്ലാം ഒന്ന് നിവർത്തിക്കൊണ്ട് അവൾ അവനോടായി ചോദിച്ചു. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ഇന്നലെ ഇവിടെയാണോ കിടന്നുറങ്ങിയത്? അമ്മ പറഞ്ഞു ഒറ്റയ്ക്ക് കിടക്കണ്ട, ഇവിടെ വന്ന് കിടക്കാൻ. അത് പറഞ്ഞ് അവൾ കണ്ണും മുഖവും ഒക്കെ ഒന്ന് തിരുമ്മി. ഒത്തിരി സമയമായോ? 10 മണി കഴിഞ്ഞു. അയ്യോ, അമ്പലത്തിൽ പോകണ്ടേ? ഇന്ന് അമ്പലത്തിൽ വൈകിട്ടാണ് ചടങ്ങുകളൊക്കെ. മനു പറഞ്ഞതും ഞെട്ടലോടെ വന്ന അവളുടെ മുഖത്ത് പെട്ടെന്നൊരു ആശ്വാസം നിറഞ്ഞു. ഉണ്ണിയേട്ടൻ വന്നോ? അവളുടെ അടുത്ത ചോദ്യം. ഇല്ല, അവൻ ദേവനിലയത്തിലാണ്. അതെന്താ അവിടെ? ഇന്ന് ഹോസ്പിറ്റലിലൊന്നും പോകണ്ടേ? ഇല്ല, അവൻ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ഹോസ്പിറ്റലിൽ പോയാൽ പറ്റില്ല. അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വൈകിട്ട് അമ്പലത്തിൽ പോകാൻ വരുമോ? ചിലപ്പോൾ. മനു പറഞ്ഞതും അമ്മാളും മൂളി. കുറച്ചു നേരം കൂടി അങ്ങനെ തന്നെ ഇരുന്ന് പിന്നെ അവൾ എഴുന്നേറ്റ് മുകളിലെ മുറിയിലേക്ക് പോയൊന്ന് കുളിച്ചിറങ്ങി വന്നു. അപ്പോഴേക്കും വീട്ടിലെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി വൈകി എഴുന്നേറ്റ് വരുന്ന അമ്മാളുവിനെയും മനുവിനെയും എല്ലാവരും ചെറിയ രീതിയിൽ പരുക്കമായ നോട്ടത്തോടെയാണ് നോക്കിയത്. പക്ഷേ അതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ ആരെയും ഗവനിക്കാതെ രണ്ടുപേരും ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. ഭക്ഷണം എടുത്തു കൊടുക്കാനും ആരും വരാതിരുന്നതും രണ്ടുപേരും തനിയെ എടുത്ത് കഴിക്കുകയും ചെയ്തു. നമുക്ക് ദേവനിലയത്തിൽ തന്നെ പോകാം മനുവേട്ട. ഭക്ഷണം കഴിഞ്ഞിരിക്കുന്ന നേരത്താണ് അമ്മാളും അങ്ങനെ ഒരു കാര്യം അവനോട് ചോദിച്ചത്. നോ, അവിടെ ഇപ്പോൾ പോയ ഉണ്ണിക്കത് ഡിസ്റ്റർബൻസ് ആയിരിക്കും. സോ ഇപ്പോൾ പോണ്ട. മനു ഗൗരവത്തിൽ പറഞ്ഞതും അമ്മാളും അവനെ നോക്കി മുഖം ചുളിച്ചു. വിചാരിച്ചതുപോലെ തറവാട് അത്ര വലിയ വൈബൊന്നും അല്ല. അമ്മാളുവിന് അവിടെ ആകെ നല്ല ബോറടിക്കുന്നുണ്ടായിരുന്നു. മനുവിനോട് പിന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വന്ന് സംസാരിക്കും. പക്ഷേ അമ്മാളുവിനെ അപ്പോഴും അവിടെ എല്ലാവരും അവഗണന തന്നെയായിരുന്നു. മനു അങ്ങനെ അവിടെ ഇട്ടിട്ടുള്ളൊരു ആട്ടുകട്ടിലിൽ ഇരിക്കുമായിരുന്നു. അമ്മാളുവിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവൾ കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയിരിക്കുവാണ്. അപ്പോഴാണ് അമ്മാവിൻ്റെ മൂത്ത മകൾ അപർണ എന്ന ദേവു അങ്ങോട്ട് വരുന്നത്. കണ്ടിട്ടുണ്ടെങ്കിലും മനു ഇതുവരെ അവളോടൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ആരൊക്കെ ആരുടെ മക്കളാണെന്നൊക്കെ ഏകദേശം അവനൊരു ഊഹം ഉണ്ടായിരുന്നു. തന്നെ നോക്കി അവൾ പുഞ്ചിരിച്ചതും മനുവും തിരികെ പുഞ്ചിരിച്ചു. ഞങ്ങളെയൊക്കെ അറിയോ? അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൾ ചോദിച്ചു. ഞങ്ങളെന്ന് പറയാനായിട്ട് താൻ ഒരാളല്ലേ ഉള്ളൂ? അല്പം കളിയാക്കുന്ന പോലെ മനു അവളോട് തിരികെ ചോദിച്ചു. അത് കേട്ടതും അവൾ അവനെ കണ്ണു വിടർത്തിയൊന്ന് നോക്കി. ഞാൻ കരുതി മനുവേട്ടൻ ഭയങ്കര സീരിയസ് ആണെന്ന്. കോമഡിയൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാനീ പറഞ്ഞത് കോമഡി ആയിട്ട് തോന്നിയോ എനിക്ക്? അവളുടെ സംസാരം കേട്ടതും മനു തിരികെ ചോദിച്ചു. അതിന് അവൾ അതേന്ന രീതിയിൽ അവനെ നോക്കി തലയാട്ടി. ദെൻ ഐ തിങ്ക് യു ഹാവ് എ ബാഡ് ഹ്യൂമർ സെൻസ്. അവൻ പറഞ്ഞതും അത് കേട്ട് ദേവു പോലും ചിരിച്ചു പോയിരുന്നു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല കേട്ടോ. എന്നെ അറിയോ? നിങ്ങളുടെ വീട്ടിൽ ഞാനല്ലേ വന്നിരിക്കുന്നത്. എന്നിട്ട് എന്നോടാണോ തന്നെ അറിയുമെന്ന് ചോദിക്കുന്നത്? അവൻ വീണ്ടും ചോദിച്ചു. ഓ അങ്ങനെ. വട്ട്, എനിക്ക് തന്നെ അറിയാം. അനന്തനമ്മാവൻ്റെ മൂത്ത മകൾ അപർണയല്ലേ? യെസ്, അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു. അപർണ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ബിടെക് കഴിഞ്ഞു, ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്നു. മനുവേട്ടൻ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? നോ, ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാറില്ല. കുറച്ച് ആർട്ട് വർക്ക്സ് ഒക്കെ ഉണ്ട്. കറൻ്റ്ലി അതിലാണ് ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മനു പറഞ്ഞതും അവൾ തലയാട്ടി. മനുവേട്ടൻ്റെ വൈഫ് ഇവിടുത്തെ ആ കാര്യസ്ഥനായിരുന്ന ദാസൻ്റെ മകളാണല്ലേ? ഒട്ടൊരു നിമിഷത്തിന് ശേഷം അപർണ ചോദിച്ചതും മനുവിൻ്റെ മുഖം നിമിഷ നേരം കൊണ്ട് ഗൗരവത്തിലായി. ആഹാ, മുതിർന്ന ആളുകളൊക്കെ പേരെടുത്ത് വിളിക്കാനാണോ ഇവിടെയുള്ളവർ ശീലിച്ചിരിക്കുന്നത്? മനു തെല്ലൊരു പരിഹാസത്തോടെയാണ് അവളോട് ഇത് തിരികെ ചോദിച്ചത്. ആ ചോദ്യത്തിൽ അവളുടെ മുഖം ഒന്നാകെ വിളറിപ്പോയി. ആ, എൻ്റെ ഭാര്യ ഒന്നല്ലോ. അപർണയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നേരിട്ട് ചോദിച്ചോളൂ. മനു പറഞ്ഞതും അപർണ പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. മനു ഇങ്ങനെ ഇവളോടിരുന്ന് സംസാരിക്കുന്നതും ഇങ്ങനെ പറയുന്നതും കേട്ടുകൊണ്ടായിരുന്നു അമ്മാളും അങ്ങോട്ടെത്തിയത്. എന്ത് ചോദിക്കുന്ന കാര്യമാണ് മനുവേട്ട പറയുന്നത്?
അമ്മാളും അവനോട് സംശയത്തോടെ ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ജ്യൂസ് അവന് കൊടുത്തു. അതോ, ദാ ഈ അപർണയ്ക്ക് നീ ഇവിടുത്തെ കാര്യസ്ഥൻ ദാസന്റെ മകളാണോ എന്നറിയണം. മനു പറഞ്ഞതും അമ്മാളും അവരുടെ നേർക്ക് തിരിഞ്ഞു. ആണല്ലോ, പക്ഷേ ഒരു തിരുത്തുണ്ട്. ഇവിടുത്തെ കാര്യസ്ഥനായിരുന്ന ഇപ്പൊ പഞ്ചായത്തിലെ ക്ലർക്കായ രാമദാസന്റെ മകളാണ് ഞാൻ, സംസ്കൃതി രാമദാസ്. മതിയോ? പുഞ്ചിരിയോടെ തന്നെ അമ്മാളും അവളോട് തിരികെ ചോദിച്ചു. അപർണ അതിന് ചിരിയോടെ ഒന്ന് തലയാട്ടി. എന്നെ എന്നെ അപ്പുറത്ത് അന്വേഷിക്കുന്നുണ്ടാവും, ഞാൻ പൊട്ടെ മനുവേട്ടാ എന്ന് പറഞ്ഞ് അപർണ അപ്പോൾ തന്നെ അവിടെ നിന്ന് നടന്നുപോയി. അവൾ നടന്നുപോയി കഴിഞ്ഞതും അമ്മാള് മനുവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഞാനുള്ളപ്പോൾ അവൾക്ക് എന്നോടോ നിങ്ങളോടോ ഒന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാൻ വന്നപ്പോഴേക്കും അവൾ സംസാരമൊക്കെ നിർത്തി പോവുകയും ചെയ്തു. അത് നിനക്ക് അവളോട് നേരിട്ട് തന്നെ ചോദിക്കായിരുന്നില്ലേ? അതിന് ചോദിക്കാനുള്ളൊരു സാവകാശം തരുന്നതിന് മുൻപേ അവൾ പോയില്ലേ? അവൾ പോയ വഴിയെ നോക്കി പിറുപിറുക്കുന്നത് പോലെ അമ്മാള് പറഞ്ഞു. അതിനിപ്പോൾ എന്തായാലും എനിക്കൊന്നും ചെയ്യാനില്ല, മനു ആട്ടുകട്ടിലിൽ നിന്ന് ചാടി ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. ഉടുത്തിരുന്ന മുണ്ടിൻ്റെ അറ്റം കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ മുന്നിലേക്ക് നടന്നു. മനുവേട്ടാ. എന്തോ? ഉണ്ണിയേട്ടൻ എന്തു പറ്റി? അവൻ്റെ കാലും. മനു പറയാൻ വന്നത് അപ്പോൾ തന്നെ നിർത്തിക്കളഞ്ഞു. പെട്ടെന്ന് അവനൊന്ന് ഞെട്ടിയ പോലെ അമ്മാളുവിനെ നോക്കി. അവൾ മനുവിനെ തന്നെ നോക്കി കൈകെട്ടി നിൽക്കുമായിരുന്നു. അതിനുശേഷം അവൾ അവനെ നോക്കി പുരികം ചുളിച്ചു. സത്യം പറയും മനുവേട്ടാ, ഉണ്ണിയേട്ടൻ എന്താ പറ്റിയേ? അവൻ്റെ മാറി മറിയുന്ന മുഖഭാവം നോക്കിക്കൊണ്ട് തന്നെ അമ്മാളു അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അവനടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. അമ്മോ, അവന് മീറ്റിംഗ് ആണ്, അല്ലാതെ. എന്നോട് കള്ളം പറഞ്ഞിട്ട് മനുവേട്ടൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അവൻ എന്തൊക്കെയോ തപ്പിപ്പിറക്കി എന്ന രീതിയിൽ അവളോട് മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ അമ്മാളും അവനോട് തിരികെ ചോദിച്ചിരുന്നു. അമ്മു, ഞാൻ. വേണ്ട, ഇന്നലെ മുതൽ എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. തോന്നലാവാന്ന് കരുതി വിട്ടുകളഞ്ഞു. എങ്കിലും ഇന്ന് നിങ്ങളുടെ ഫോണിൽ ഉണ്ണിയേട്ടൻ അയച്ച മെസ്സേജ് ഞാൻ കണ്ടിരുന്നു. എന്നിട്ടും നിങ്ങളായിട്ട് എന്നോട് പറയുമോയെന്നറിയാൻ ഞാൻ നോക്കിയതാ. അമ്മാളും അത് പറഞ്ഞ് അവനിൽ നിന്നും മുഖം തിരിച്ച് മുറിയിലേക്ക് പോയിരുന്നു. മനു ആണെങ്കിൽ ആകെ പെട്ടതുപോലൊരവസ്ഥയിലായിപ്പോയി. അവൾ ഇത്ര വേഗം ഇതെല്ലാം കണ്ടുപിടിക്കും എന്നവൻ കരുതിയിരുന്നതല്ല. അവൻ ടെൻഷനോടെ നെറ്റിയിൽ തടവി. അവളുടെ പിന്നാലെ അവനും മുറിയിലേക്ക് വന്നു. മുറിയിലെ കട്ടിലിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അമ്മാളു. അവൻ വാതിലടച്ച് അവളുടെ അടുത്തേക്ക് വന്നു. അവൻ വന്നതറിഞ്ഞിട്ടും അമ്മാളും മുഖം ചിരിച്ചു നോക്കാനോ അവനെ മൈൻഡ് ചെയ്യാനോ നിന്നില്ല. അമ്മു, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ടും വേണ്ടെന്നോ വേണമെന്നോ അവളുടെ ഭാഗത്തു നിന്ന് യാതൊരു മറുപടിയും വന്നില്ല. അമ്മു, ഉണ്ണിക്ക് ഇന്നലെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ വെച്ച് തന്നെയാണ്. പാർക്കിംഗ് ഏരിയയിൽ വെച്ച് വണ്ടിയൊന്ന് മുട്ടി. കാലിൽ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. നെറ്റിയിൽ ഒരു ചെറിയ മുറിവുണ്ട്. അതാ ഇന്നലെ അവൻ ഇങ്ങോട്ട് വരാതിരുന്നത്. മനു പറയുന്നതെല്ലാം അവൾ കേൾക്കുന്നുണ്ട്. എങ്കിലും അവളൊന്നും അവനോട് തിരികെ പറയാൻ നിന്നില്ല. നിന്നോടൊന്നല്ല, ഇക്കാര്യം അമ്മയോടോ ആരോടും പറഞ്ഞിട്ടില്ല. വെറുതെ ഇവിടെ എല്ലാവരെയും അറിയിച്ച് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് കരുതി. അമ്മയോട് പോലും അതാ പറയാതിരുന്നത്. അവൻ അങ്ങനെ പറഞ്ഞതും അമ്മാളും അവനെ മുഖം ചരിച്ചൊന്ന് നോക്കി. എന്നിട്ട് ഉണ്ണിയേട്ടനെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയോ? ഇല്ല, അവിടെ അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അതാ ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത്. നമുക്കെങ്കിലും അങ്ങോട്ട് പോവാം മനുവേട്ടാ, ഇവിടെ ആകെ ബോറാണ്. എന്തിനാ വെറുതെ ഇവിടെ നിന്നിട്ട്? അവിടെ ഇപ്പോൾ ഉണ്ണിയേട്ടന് ഹെൽപ്പ് വേണ്ടി വരും. അമ്മാളു അപ്പോൾ തന്നെ അവനോട് പറഞ്ഞു. നോക്കട്ടെ, അമ്മയോട് മയത്തിൽ ചോദിച്ച് മനസ്സിലാക്കണം. ഞാൻ ചോദിക്കാം അമ്മയോട്. അതിനു മുൻപ് ഞാൻ ഉണ്ണിയേട്ടനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മാള് ഫോൺ എടുത്ത് വേഗം തന്നെ ഉണ്ണിയെ വിളിച്ചു. അല്പം വൈകി 1-2 റിങ്ങിന് ശേഷമാണ് ഉണ്ണി ഫോൺ അറ്റൻഡ് ചെയ്തത്. ഇപ്പോൾ എങ്ങനെയുണ്ട് ഉണ്ണിയേട്ടാ? ഫോൺ എടുത്തപ്പോൾ തന്നെ അമ്മാളും അവനോട് ആകുലതയോടെ തിരക്കി. എന്തെങ്ങനെയുണ്ടെന്ന്? ഉണ്ണി അപ്പോൾ തന്നെ ഒന്നും അറിയാത്തതുപോലെ തികച്ചും സ്വാഭാവികം എന്ന രീതിയിൽ അവളോട് തിരികെ ചോദിച്ചു. കൂടുതൽ അഭിനയമൊന്നും വേണ്ട ഉണ്ണിയേട്ടാ, മനുവേട്ടൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അമ്മാളു അപ്പോൾ തന്നെ അവനോട് കെറുവോടെ പറഞ്ഞു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.